ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. വനമേയുഷി കർദ്ദമേ പ്രസന്നേ മതസർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. വനമേയുഷി, വനം, ഏയുഷി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് വനമേയുഷി. വനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാട് തന്നെ, വനം തന്നെ. ഏയുഷി എന്ന് പറഞ്ഞാൽ പോയി. ഇപ്പോൾ ഇത്ര നാളും കർദമ പ്രജാപതി കാത്തിരുന്നത് ആ ഭഗവാന്റെ കപിലാവതാരം കണ്ട് തൻ്റെ ഭാര്യയുടെ ഹിതത്തെ നിറവേറ്റാൻ പ്രാപ്തനായ ഒരു പുത്രനെ ഭാര്യയ്ക്ക് നൽകിയതിന് ശേഷം തന്നെയുമല്ല സാക്ഷാൽ ഭഗവാന്റെ അവതാരത്തെ കാണാനുള്ള ഒരു അത്യുത്സാഹം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും കണ്ടു കഴിഞ്ഞപ്പോൾ കർദമ പ്രജാപതി തപസ്സിനായിക്കൊണ്ട് ഇത് മുന്നേ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നായിരുന്നു വനപ്രസ്ഥത്തിന് പോകണമെന്ന്. അപ്പോൾ വനത്തിലേക്ക് പോകാൻ, എല്ലാം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോവുക, അതായിരുന്നു അടുത്ത ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വനത്തിലേക്ക് പോയി. ഇനിയും ഇങ്ങനെ വനത്തിലേക്ക് പോയി എന്ന് പറയുമ്പോഴും നമുക്ക് തോന്നാം ഇവിടെ 9 പുത്രിമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ 9 പുത്രിമാരെയും മരീചി, അത്രി, അങ്കിരസ് തുടങ്ങിയ മഹർഷിമാർക്ക് വിവാഹം ചെയ്ത് കൊടുത്തതിന് ശേഷമാണ്, അതായത് തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുകയായിരുന്നില്ല. ഉത്തരവാദിത്വങ്ങളൊക്കെ ഭംഗിയായി നിറവേറ്റി പിന്നെയോ ഭഗവാന്റെ അവതാരവും കണ്ടു. ആ ഭഗവാന്റെ അവതാരത്തിന് വേണ്ടി ഭാര്യയെ തയ്യാറെടുപ്പിക്കുകയും ചെയ്തു. കാരണം ആ ഭാര്യയുടെ ഉദരത്തിൽ വന്ന് പിറക്കാൻ പോകുന്നത് സാക്ഷാൽ ഭഗവാനാണ്. തന്നെയല്ല, കർദമ പ്രജാപതിക്ക് അറിയാം ഈ ഭഗവാൻ ഇനി ലോകത്തിന് തന്നെ ആത്മവിദ്യയെ പ്രദാനം ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആത്മവിദ്യ അല്ലെങ്കിൽ ആ ആത്മീയമായ ഒരു ചൈതന്യം സ്ഫുരിക്കണമെങ്കിൽ അത് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ അമ്മയിൽ നിന്ന് തന്നെ, അമ്മയുടെ വികാര വിചാരങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം. നമുക്കറിയാം കയാധുവിൻ്റെ വയറ്റിൽ കിടക്കുമ്പോഴാണ് ഭക്തപ്രഹ്ലാദൻ ഭഗവാനെ അറിഞ്ഞത്, ആ തത്വത്തെ അറിഞ്ഞത്. അപ്പോൾ സദാ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ദേവഹൂതിയിൽ തന്നെ ഭഗവാൻ പിറക്കണമെന്നുള്ളത് ഭഗവാന്റെ നിശ്ചയമായിരുന്നു, ഭഗവാന്റെ സങ്കല്പമായിരുന്നു. അത് കർദമ പ്രജാപതിയിലൂടെ അറിയിച്ച് അങ്ങനെയാണ് ഭഗവാൻ പിറന്നിരിക്കുന്നതും. അങ്ങനെ ഉത്തരവാദിത്വങ്ങളൊക്കെ നിറവേറ്റി തൻ്റെ പുത്രിമാരുടെയൊക്കെ വിവാഹവും നടത്തിയതിന് ശേഷം വാനപ്രസ്ഥത്തിനായിക്കൊണ്ട് പുറപ്പെട്ടു. അങ്ങനെ വാനപ്രസ്ഥത്തിന് പുറപ്പെട്ടു കഴിഞ്ഞ മതസർവസ്വമുപാദിശൻ ജനന്യൈ. അങ്ങനെ ആ കർദമ പ്രജാപതി വാനപ്രസ്ഥത്തിന് പോയി, അല്ലെങ്കിൽ വനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ പ്രസന്നേ എന്നാണ് പറഞ്ഞത്. വളരെ സന്തുഷ്ടനായിട്ടാണ് പോയത്. കാരണം ഇന്ന് തൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം വളരെ ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞു. ഇനിയുമുള്ളത് ഭാര്യയെ സംരക്ഷിക്കുന്നത്, ഒന്ന് അമ്മയെ സംരക്ഷിക്കുക പുത്രൻ്റെ ധർമ്മവും കൂടിയാണ്. തന്നെയുമല്ല, എങ്ങനെയാണ് ആ സംരക്ഷണം വേണ്ടത്? നാശം ശരീരത്തിനേയുള്ളൂ, ആത്മാവിന് നാശമില്ല എന്ന സത്യത്തെ ഭാര്യയ്ക്കും തൻ്റെ പ്രിയപത്നിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പ്രാപ്തനായ ഒരു പുത്രനെ നൽകിയിട്ടാണ് കർദമ പ്രജാപതി വനവാസത്തിന് പോയിരിക്കുന്നത്. അതുകൊണ്ട് അത്യന്തം സന്തുഷ്ടനായിട്ടാണ് കർദമ പ്രജാപതി പോയത്. എന്നിട്ടോ മതസർവസ്വമുപാദിശൻ ജനന്യൈ. മതസർവസ്വമുപാദിശൻ, മതസർവസ്വം, ഉപാദിശൻ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് മതസർവസ്വമുപാദിശൻ. മതസർവസ്വം എന്ന് പറഞ്ഞാൽ സർവ സിദ്ധാന്തങ്ങളുടെയും സാരാംശത്തെ. കാരണം ഏത് തരത്തിൽ നമ്മൾ ഏത് പുരാണങ്ങളായാലും ഏത്
നമ്മുടെ ഗ്രന്ഥങ്ങൾ എടുത്താലും എല്ലാം ഒരേ ഒരു സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മളെ ആത്യന്തികമായി കൊണ്ടെത്തിക്കുന്നത് ഒരേ ഒരു സത്യത്തിലേക്കാണ്, ഒരേ ഒരു തത്വത്തിലേക്കാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ എല്ലാം കൂടിയുള്ള ഒരു സാരാംശം എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയാണ്, സർവ സിദ്ധാന്തങ്ങളുടെയും സാരാംശത്തെ ഉപാദിശൻ ഉപദേശിച്ച ആർക്ക്? ജനന്യേ, അമ്മയ്ക്കായിക്കൊണ്ട് ഉപദേശിച്ച്. കപിലാത്മക, അങ്ങനെയുള്ള അല്ലയോ കപിലമൂർത്തിയായി അവതരിച്ച അല്ലയോ ഭഗവാനെ, വായുമന്ദിരേശ, അല്ലയോ ഗുരുവായൂരപ്പ, അമ്മയ്ക്കായിക്കൊണ്ട് ആ ആത്മതത്വത്തെ ഉപദേശിച്ചു കൊടുത്ത കപിലനായി അവതരിച്ച, കപില വാസുദേവനായി അവതരിച്ച അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ, ത്വരിതം ത്വം പരിപാഹി മാം ഗതൗഘാത്. ത്വരിതം, വളരെ പെട്ടെന്ന് തന്നെ, എത്രയും വേഗം, ത്വം അങ്ങ്, പരിപാഹി രക്ഷിക്കണമേ, മാം എന്നെ, ഗതൗഘാത്. ഗത എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ, ഔഖം കൂട്ടം. ഈ രോഗസമൂഹങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഇവിടെ രോഗസമൂഹം എന്ന് പറയുമ്പോൾ ബാഹ്യമായും ആന്തരികമായും ഉള്ള എല്ലാ രോഗസമൂഹങ്ങളിൽ നിന്നും, നമുക്കറിയാം കാമക്രോധ ലോഭമോഹ മതമാത്സര്യാദികളായിട്ടുള്ള ആന്തരികമായ രോഗങ്ങളും നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന രോഗങ്ങളും, ബാഹ്യമായിട്ടുള്ള ശരീരത്തിനേൽക്കുന്ന, ഇപ്പോൾ നമുക്കറിയാം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്, അദ്ദേഹത്തിന് വാതരോഗത്താൽ അദ്ദേഹം ക്ഷീണിതനാണ്. അപ്പോൾ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ രോഗസമൂഹങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ ആ ദശകം അവസാനിപ്പിക്കുന്നത്. ഇവിടെ അമ്മയ്ക്കായിക്കൊണ്ട് ഈ ഒരു പരമാത്മ തത്വത്തെ ഉപദേശിച്ചു കൊടുത്തു ഭഗവാൻ കപിലവാസുദേവനായി അവതരിച്ചുകൊണ്ട്. നമുക്ക് ഭാഗവതത്തിൽ കാണാം, ഉദ്ധവർക്കായിക്കൊണ്ട് ഈ ആത്മജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാന്റെ പിതാവായിരുന്ന വസുദേവർക്ക് അതേ ആത്മതത്വത്തെ ഉപദേശിച്ചു കൊടുക്കാൻ ശ്രീ നാരദ മഹർഷിയാണ് ഏർപ്പെടുത്തിയത്. തൻ്റെ ഏറ്റവും നല്ല ഭക്തനായിരുന്ന ഉദ്ധവർക്ക് ഭഗവാൻ സ്വയം ആ തത്വത്തെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ അർജുനന് ഭഗവത്ഗീത രൂപത്തിൽ ആ തത്വത്തെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെയും തൻ്റെ അമ്മയ്ക്ക്, കാരണം എത്രയോ നാളുകൾ, എത്രയോ കാലം തന്നെ സേവിച്ചിട്ടാണ് താൻ പുത്രനായിട്ട് വന്നത്. അപ്പോൾ തന്നെ സേവിച്ച തൻ്റെ ഉത്തമയായ ആ ഭക്തയായ ആ അമ്മയ്ക്ക് ഈ തത്വോപദേശം പകർന്നു നൽകാൻ ഭഗവാൻ സ്വയം തയ്യാറായി എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ മഹത്വം നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. വനമേയുഷി കർദ്ദമേ പ്രസന്നേ മതസർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗതൗഘാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.